Fine crafted traditional collections. Siren 3 by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കുടുംബ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ അങ്കമാലി നായത്തോട് പ്രിയ നഗർ റെസിഡൻസ് അസോസിയേഷൻ രസികപ്രിയ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമവും വാർഷിക സമ്മേളനവും ആകർഷകമായി. കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും ഒത്തുചേരലും അന്യമായി കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്ത് അതിനൊരു പരിഹാരമാർഗമാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങൾ. അങ്കമാലി നായത്തോട് പ്രിയ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. കവരപ്പറമ്പ് മാർ അത്തനേഷ്യസ് സൺഡേ സ്കൂൾ ഹാളിൽ നടന്ന വാർഷികാഘോഷവും കുടുംബസംഗമവും രസികപ്രിയ 2024 അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിൽ സജീവമായി പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളിൽ ഒന്നാണ് നമ്മുടെ പ്രിയ നഗർ അസോസിയേഷൻ. അതുകൊണ്ടാണ് കൃത്യമായി അതിൻ്റെ റിപ്പോർട്ടും കണക്കുകളും ഓഡിറ്റിലെ കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ഈ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആദ്യം നടത്തിയത് അനുസ്മരണമാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും വന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തതിൽ അന്നുണ്ടായിരുന്ന പലരും ഇന്നില്ല. ഇന്നുള്ള പലരും അടുത്ത സമ്മേളനത്തിലും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിരന്തരത ആണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും നമ്മളറിയാതെ ഇവിടെ ജനിച്ചു വരുന്നവരും ദൈവദാനമായി കിട്ടുന്ന ജീവിതം നല്ല നിലയിൽ വിനിയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരുമാണ്. പക്ഷെ എല്ലാവരും അത് ചെയ്യുന്നില്ല എന്നുള്ള വേറെ കാര്യം. അത് ചെയ്യുന്നതിന് നമ്മളെല്ലാം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേദി ഒരുക്കി തരികയും ചെയ്യുക എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. കൊച്ചുകുട്ടികളെ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിക്കുകയും പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ അവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആദരിക്കുകയും അതുവഴി അവർക്ക് വീണ്ടും വീണ്ടും പ്രോത്സാഹനം കൊടുക്കുകയും അങ്ങനെ ഓരോരുത്തരും വളർന്ന് ഈ നാടിൻ്റെ സമ്പത്തായി സ്വത്തായി മാറുകയും ഓരോരുത്തരോട് സമയമാവും തിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ജീവിത രീതി. അതിൽ വളരെ നല്ല നിലയിൽ എല്ലാവരുടെയും ജീവിത സൗകര്യങ്ങൾ ഉയർത്തുന്നതിനും അവരെല്ലാവരും നല്ല വഴിക്ക് നയിക്കുന്നതിനുമാണ് നമ്മുടെ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് രോഗം വരുന്നവരെ പോയി കണ്ട് ആശ്വസിപ്പിക്കാനും സുഖമില്ലാത്തവരെ സാമ്പത്തികമായി പോലും സഹായിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഈ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. അത് തുടക്കം മുതൽ 16 വർഷത്തെ ഇതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ അതെല്ലാം വളരെ നിലനിൽച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിനാണ് ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. ഒരു നഗരസഭയ്ക്കോ ഒരു ഗവൺമെന്റിനോ ചെയ്യാൻ കഴിയാത്ത അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അസോസിയേഷൻ പ്രസിഡന്റ് ജിനോയ് താരപ്പൻ അധ്യക്ഷനായിരുന്നു. അന്ന് ആദ്യ കമ്മിറ്റിയിൽ തന്നെ ആവശ്യപ്പെട്ട കാര്യമാണ് നമുക്ക് ഒരു വർഷമെങ്കിലും നിർബന്ധ പിരിവില്ലാതെ നമുക്ക് വാർഷികാഘോഷം നടത്തുന്നത്. ആ കാര്യമായി എല്ലാ കമ്മിറ്റികളും നമുക്കൊരു പരസ്പര സഹായനിധി ആരംഭിക്കേണ്ടതും എല്ലാ കമ്മിറ്റികളും ചേരുകയും അവരുടെ വേറെ പദവി ചേർക്കുകയും അങ്ങനെ നമ്മൾ ഒരു പരസ്പര സഹായനിധി ആരംഭിച്ച് ഈ വർഷം നിർബന്ധ പിരിവില്ലാതെ ഒരു വാർഷികാഘോഷം നമ്മൾ നടത്തുകയായി. ഇത് ഈ വർഷം മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം നമുക്ക് എന്തെങ്കിലും ഒരു സംഭാവനയായിട്ട് പരിപാടി നേടുന്നത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി.വൈ. ഏലിയാസ്, വാർഡ് കൗൺസിലർ ജാൻസി അരീക്കൽ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എൽദോസ് മാത്യു, AMRA സെക്രട്ടറി ജിബി വർഗീസ്, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി PV തരിയൻ, പ്രിയ ക്ലബ്ബ് പ്രസിഡന്റ് PK ഏലിയാസ് മാസ്റ്റർ, അസോസിയേഷൻ സെക്രട്ടറി റൂബി പൗലോസ്, വൈസ് പ്രസിഡന്റ് നിഷ സാജു, കമ്മിറ്റി അംഗം ശാന്ത തങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. റെസിഡൻസ് അസോസിയേഷൻ മുൻകാല ഭാരവാഹികളെ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉപഹാരം നൽകി ആദരിച്ചു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള അസോസിയേഷൻ അംഗങ്ങളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആകർഷകമായിരുന്നു. സമ്മാനദാനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു.
എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.